ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാരികൾക്ക് വേണ്ടിയുള്ള സൈക്കോളജിയുമായി ബന്ധപ്പെട്ട 5ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പത്തെ നമ്മുടെ സൈക്കോളജി ക്ലാസ്സുകൾ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഉണ്ട്. അത് കാണാൻ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇച്ഛാഭംഗം, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ആക്രമണോത്സുകതയെക്കുറിച്ചാണ് പഠിച്ചു നിർത്തിയത്. അതായത് അറ്റാക്കിംഗ് ടെൻഡൻസി വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇച്ഛാഭംഗം, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠയൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇച്ഛാഭംഗം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഈ ഒരു ഇച്ഛാഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മീനിങ്, ഇംഗ്ലീഷ് മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതായത് നമ്മുടെ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ മലയാളം മീനിങ് ആണ് ഇച്ഛാഭംഗം എന്ന് പറയുന്നത്. അതായത് നിരാശ എന്നൊക്കെ പറയത്തില്ലേ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഇച്ഛാഭംഗം അഥവാ ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആ പോയിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക നൈരാശ്യത്തിന് ഇച്ഛാഭംഗം എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ, നമുക്കറിയാം നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക നൈരാശ്യത്തിനെ ഇച്ഛാഭംഗം എന്ന് വിളിക്കാം. അതായത് നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇപ്പോൾ ഈ പരീക്ഷയുടെ കാര്യം തന്നെ ആലോചിച്ചു. നമ്മൾ നന്നായിട്ട് പഠിച്ചു, പക്ഷേ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്, നമ്മൾ വളരെയധികം ആഗ്രഹിച്ചാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കുണ്ടാകുന്നത് എന്താണ്, ഒരു നൈരാശ്യം വരത്തില്ല, മാനസിക നൈരാശ്യം വരത്തില്ല, ഡിസപ്പോയിൻമെൻറ്റ് വരത്തില്ലേ. അതിനെയാണ് ഇച്ഛാഭംഗം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇച്ഛാഭംഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ, ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതോ ആശങ്കാജനകമായതോ ആയ ഒരു സാഹചര്യം മെച്ചപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ലെന്ന തോന്നൽ ഭംഗത്തിലേക്ക് ഇച്ഛ നയിക്കും കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഇച്ഛാഭംഗത്തിലേക്ക് നയിക്കുമെന്നാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ബുദ്ധിമുട്ടുള്ളതോ ആശങ്കാജനകമായതോ ആയ ഒരു സാഹചര്യം മെച്ചപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ലെന്ന തോന്നൽ ഇച്ഛാഭംഗത്തിലേക്ക് നയിക്കും, അതായത് ഡിസപ്പോയിൻമെൻറ്റിലേക്ക് നയിക്കും. അപ്പം എന്നെക്കൊണ്ട് അത് കഴിയില്ല, എനിക്കത് ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ എനിക്ക് ആ കാര്യം നിറവേറ്റാൻ കഴിയില്ല എന്നുള്ളൊരു എനിക്കൊരു ആശങ്ക തോന്നും. ആ ഒരു ആശങ്ക തോന്നുന്നതും ആ ബുദ്ധിമുട്ടുള്ളതോ ആശങ്കാജനകമായിട്ടുള്ളതോ ഒരു സാഹചര്യത്തെ മെച്ചപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ല, എന്നെക്കൊണ്ട് അത് കഴിയില്ല എന്ന് പറയുന്നൊരു തോന്നലാണ് എന്താണ് ഇച്ഛാഭംഗത്തിലേക്ക് നയിക്കുന്നത് കേട്ടോ. ഇച്ഛാഭംഗത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം പോയിന്റ്. വ്യക്തിയുടെ ലക്ഷ്യോത്മക പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുമ്പോൾ ഇച്ഛാഭംഗം സംഭവിക്കുന്നു. അപ്പോൾ വ്യക്തിയുടെ ലക്ഷ്യോത്മക പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുമ്പോൾ ഇച്ഛാഭംഗം സംഭവിക്കുന്നു. അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തടസ്സം വരുമ്പോൾ നമുക്കൊരു നൈരാശ്യവും നിരാശവും ഒക്കെ തോന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. വ്യക്തിയുടെ ലക്ഷ്യോത്മക പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുമ്പോൾ ഇച്ഛാഭംഗം സംഭവിക്കുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. പാരിസ്ഥിതിക തടസ്സങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ, വ്യക്തിപരമായ പോരായ്മകൾ എന്നിവ ഇച്ഛാഭംഗത്തിന് കാരണമാകാം. പരീക്ഷയ്ക്കപ്പം ചോദിക്കാം, ഇച്ഛാഭംഗത്തിന് കാരണമായേക്കാവുന്ന പോയിന്റുകൾ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? പാരിസ്ഥിതിക തടസ്സങ്ങൾ, ഒന്നാമത്തേത് പാരിസ്ഥിതിക തടസ്സങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ, മൂന്നാമത്തേതാണ് വ്യക്തിപരമായ പോരായ്മകൾ എന്നിവ ഇച്ഛാഭംഗത്തിന് കാരണമാകാം. ക്ലിയർ ആണ്? ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പോയിന്റോടെ നോക്കാം. അസ്വസ്ഥത, പിരിമുറുക്കം, ഉൾവലിയൽ ഇവയെല്ലാം ഇച്ഛാഭംഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? അസ്വസ്ഥത, നമുക്കറിയാം നമ്മൾ വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് പെട്ടെന്ന് കിട്ടില്ല എന്നറിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശാരീരികമായിട്ട് നമ്മൾ അസ്വസ്ഥരാകും അല്ലേ? സത്യമല്ലേ പറഞ്ഞത്? അസ്വസ്ഥരാകും. അതുപോലെ പെട്ടെന്ന് മാനസികമായിട്ടൊക്കെ നമ്മൾ പിരിമുറുകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഒരു ഉൾവലിയൽ എന്നിവയൊക്കെ തോന്നാം. അപ്പോൾ എന്തൊക്കെയാണ്? അസ്വസ്ഥത, പിരിമുറുക്കം, ഉൾവലിയൽ ഇവയെല്ലാം ഇച്ഛാഭംഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ക്ലിയർ ആണ്? അപ്പോൾ ഇച്ഛാഭംഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതൊക്കെയാണ്? അസ്വസ്ഥത, പിരിമുറുക്കം, ഉൾവലിയൽ ഇവയെല്ലാം ഇച്ഛാഭംഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ക്ലിയർ ആണ്? അടുത്തത് പോയിന്റ് നോക്കാം. ശരിയായ അഭിപ്രേരണവും പരിഗണനയും ഒരു പരിധി വരെ ഇച്ഛാഭംഗത്തിൻ്റെ തീവ്രത കുറയ്ക്കും. അപ്പോൾ പഠിച്ചു വെച്ചോളും. ശരിയായ അഭിപ്രേരണയും പരിഗണനയും ഒരു പരിധി വരെ ഇച്ഛാഭംഗത്തിൻ്റെ തീവ്രത കുറയ്ക്കും. അഭിപ്രേരണ എന്താണ്?
അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷനാണ് കേട്ടോ. മോട്ടിവേഷൻ അതായത് അതായത് നമുക്കെന്താണ്, നമ്മളിപ്പോൾ മാനസിക നൈരാശ്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ, അതായത് മാനസികമായിട്ട് നമ്മൾ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു നല്ല ശരിയായ രീതിയിലുള്ളൊരു മോട്ടിവേഷനും പരിഗണനയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇച്ഛാഭംഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. നല്ലൊരു പോയിന്റ്. അതല്ലേ കറക്റ്റ് അല്ലേ ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പം ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചില്ല, അതായത് അവസാന നിമിഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോയി. ആഗ്രഹിച്ചൊരു പരീക്ഷ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊരു കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് തളർന്നിരിക്കുന്നു. ആ ഒരു തളർന്നിരിക്കുന്ന സമയത്തിൽ ശരിയായ മോട്ടിവേഷൻ, അതായത് അടുത്ത പരീക്ഷയ്ക്ക് ശ്രമിക്കുക, നീ അടുത്ത പരീക്ഷ അടുത്ത 2 മാസം കഴിഞ്ഞ് വരുന്നുണ്ട്, ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരാൾ നമുക്ക് ശരിയായ രീതിയിലുള്ളൊരു മോട്ടിവേഷനാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ശരിയായ രീതിയിലുള്ളൊരു മോട്ടിവേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇച്ഛാഭംഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇച്ഛാഭംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മാനസിക സമ്മർദ്ദം കേട്ടോ. അപ്പോൾ മാനസിക സമ്മർദ്ദം എന്താണെന്ന് അറിയാലോ, മെൻ്റൽ പ്രഷർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മാനസികവും ശാരീരികവുമായ സംഘട്ടനങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് മാനസിക സമ്മർദ്ദം. അപ്പോൾ എന്താണ് മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ആദ്യ ഡെഫിനിഷനാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് മാനസികവും ശാരീരികവുമായ സംഘട്ടനങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. വ്യക്തിയിൽ ഒരേ സമയം വിരുദ്ധങ്ങളായ 2 ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പിരിമുറുക്കവും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തിയിൽ, അതായത് നമുക്ക് ഒരേ സമയം 2 കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് ഇപ്പോൾ നമുക്ക് ഒരേ സമയം വിരുദ്ധങ്ങളായ 2 ആഗ്രഹങ്ങൾ ചെയ്ത്, അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് പരീക്ഷ എഴുതുകയും വേണം, നല്ല രീതിയിൽ എഴുതുകയും വേണം, എനിക്ക് ഈ ഇന്ന സമയത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് എത്തുകയും വേണം, അതായത് പരീക്ഷ സെൻറ്ററിൽ എത്തുകയും വേണം, എനിക്ക് പരീക്ഷ എഴുതുകയും വേണം, അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകണം. അങ്ങനെ പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഒരേ സമയം വരുന്നില്ലേ? അപ്പോൾ നമ്മൾ മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവപ്പെടും അല്ലേ? നമ്മുടെ മനസ്സിൽ എനിക്ക് നാളെ ജോലി, നിങ്ങൾ ഇത്ര തന്നെ ഓർത്ത് വെച്ചാൽ എനിക്ക് നാളെ ജോലി ജോലി കിട്ടണം, അതുപോലെ തന്നെ വേറൊരു കാര്യം, പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ ഒരേ സമയത്ത് പോകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവപ്പെടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയിൽ ഒരേ സമയം വിരുദ്ധങ്ങളായ 2 ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പിരിമുറുക്കവും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്? മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നു. നമുക്ക് നോക്കാം. ഒരു വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് നയിക്കാം. അപ്പോൾ ഒരു വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് നയിക്കാം. മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് മാനസികമായ സംഘട്ടനം കേട്ടോ. അപ്പോൾ നമുക്കറിയാം, മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് മാനസികമായിട്ടുള്ള സംഘട്ടനം എന്ന് പറഞ്ഞത്. ഇനി മാനസിക സമ്മർദ്ദത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം, പഠിച്ചു വെച്ചോളൂ. മാനസിക സമ്മർദ്ദത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങൾ: 1 ആക്രമണം. നമുക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് സംഘർഷം വരും. അതുപോലെ തന്നെ ക്ഷീണം, അതായത് നമ്മൾ ഒരു മാനസിക സമ്മർദ്ദത്തെ, ആ മെൻ്റൽ പ്രഷറിനെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങളാണ്. 1 ആക്രമണമായിരിക്കും, 2ാമത്തെ ക്ഷീണമായിരിക്കും, 3 സങ്കടാവസ്ഥയായിരിക്കും, 4ാമത്തെ ഏകാഗ്രത കുറവ്, ലോൺലിനെസ് ഒക്കെ വരുമ്പോഴല്ലേ ഏകാഗ്രത കുറവ്, അതുപോലെ തന്നെ ഓർമ്മക്കുറവ്. ഇത്രയുമാണ് മാനസിക സമ്മർദ്ദത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾ ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതായത് മാനസിക സമ്മർദ്ദത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. മാനസിക സമ്മർദ്ദത്തെ പ്രകടിപ്പിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 ആക്രമണം, 2 ക്ഷീണം, 3 സങ്കടാവസ്ഥ, 4 ഏകാഗ്രതക്കുറവ്, 5 ഓർമ്മ കുറവാണ്. ക്ലിയർ ആണ്? അടുത്ത നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യത്തെ കൂടി സ്വാധീനിക്കുന്ന ഘടകമാണ് സ്ട്രെസ് കേട്ടോ. അനാരോഗ്യമായ പെരുമാറ്റത്തിന് ഇത് കാരണമായേക്കാം. അപ്പോൾ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യത്തെ കൂടി സ്വാധീനിക്കുന്ന ഘടകമാണ് സ്ട്രെസ്സ്. നമുക്കറിയാം, നമ്മുടെ ഉള്ളിലൊക്കെ സ്ട്രെസ്സൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യത്തെ അത് ഒരുപാട് ബാധിക്കും അല്ലേ? നമ്മളെപ്പോഴും സ്ട്രെസ്ഫുള്ളായിട്ടല്ലേ നമ്മളിപ്പോൾ, അതായത് ഒട്ടുമിക്ക ആൾക്കാരും ജോലി, ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇപ്പം ഈ ഒറ്റ എക്സാമ്പിൾ, ഈ ഒരു ഏജ് ഓവറായിട്ട് ഇരിക്കുന്ന കൂട്ടുകാരികൾ നമ്മുടെ ഈ ക്ലാസ് കാണുന്നുണ്ടായിരിക്കുമല്ലോ. അവർക്ക് ലാസ്റ്റ്
ട്രൈ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു പരീക്ഷ. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള മാനസിക സംഘർഷം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാണും അല്ലേ. അന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരിലും ഓരോ തരത്തിലുള്ള സ്ട്രെസ്സ് കാണും. ആ സ്ട്രെസ്സ് എന്താണ്, ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യത്തെ കൂടി സ്വാധീനിക്കുന്ന ഘടകമാണ് സ്ട്രെസ്സ്. അപ്പോൾ സ്ട്രെസ്സ് എന്താണ്, നമുക്കൊക്കെ എന്താണ് ഓരോ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സ്ട്രെസ് ആകുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരും. അതോടൊപ്പം തന്നെ നമുക്ക് മാനസികമായിട്ടും നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ, മാനസികാരോഗ്യത്തെയും നമുക്ക് അതൊരു ബാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ അനാരോഗ്യപരമായ പെരുമാറ്റത്തിന് ഇത് കാരണമായേക്കാം. അനാരോഗ്യപരമായ പെരുമാറ്റത്തിന് സ്ട്രെസ്സ് കാരണമായേക്കാം. അടുത്തത്, ചില മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന സംഘട്ടനങ്ങൾ തീക്ഷണമായിരിക്കും കേട്ടോ. ചില മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന സംഘട്ടനങ്ങൾ തീക്ഷണമായിരിക്കും. ഈ സംഘട്ടനത്തിൽ വ്യക്തികൾക്ക് കാര്യക്ഷമത കാട്ടാതെ പ്രതികരിക്കുകയും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നു കേട്ടോ. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയൊന്നും ആലോചിച്ചാൽ മതി. അതായത് എന്താണ്, ഒരു മിനിറ്റ്, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ചില മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന സംഘട്ടനങ്ങൾ തീക്ഷണമായിരിക്കും. അതുപോലെ തന്നെ ഈ സംഘട്ടനത്തിൽ വ്യക്തികൾ കാര്യക്ഷമത കാട്ടാതെ പ്രതികരിക്കുകയും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. അതായത് നമുക്കറിയാം, ഇത്ര ഓർത്താൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ആരുമായിട്ട് എന്തെങ്കിലും മാനസിക സമ്മർദ്ദത്തിലിരിക്കുമ്പോൾ സംഘട്ടനത്തിൽ തീക്ഷണമായിരിക്കും. അതായത് പെട്ടെന്ന് നമ്മളെന്തെങ്കിലും ഡെസ്പായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ വന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളെന്താണ് നല്ല രീതിയിൽ പ്രതികരിക്കത്തില്ലേ, അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഞാൻ പറയാം, ഭൂകമ്പം, മലിനീകരണം എന്നിവ പാരിസ്ഥിതിക സമ്മർദ്ദത്തിന് ഉദാഹരണങ്ങളാണ്. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാം, ഞാനൊന്ന് എടുത്തെന്ന് പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് നോട്ടിൽ ഉൾപ്പെടുത്തിയില്ല, അന്നേരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഭൂകമ്പം, മലിനീകരണം എന്നിവ പാരിസ്ഥിതിക സമ്മർദ്ദത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, പാരിസ്ഥിതിക സമ്മർദ്ദത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഭൂകമ്പം, മലിനീകരണം. അതുപോലെ തന്നെ അയൽക്കാരുമായി നിരന്തരം ഉണ്ടായേക്കാവുന്ന സംഘർഷം ഏതാണ്? സാമൂഹ്യ സംഘർഷം. അതായത് മനുഷ്യനുമായിട്ടൊക്കെ ഉണ്ടാകുന്ന സംഘർഷമാണ് എന്താണ് സാമൂഹിക സംഘർഷം. അതായത് അയൽക്കാരുമായി നിരന്തരം ഉണ്ടാകുന്ന സംഘർഷത്തിന് പറയുന്ന പേരെന്താണ്? സാമൂഹിക സംഘർഷം എന്നാണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഒന്ന് നോക്കാം, സമ്മർദ്ദത്തിൻ്റെ കാരണം അറിയുക. നമുക്കെന്താണ് ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം നേരിടുന്നൊരു പ്രശ്നമാണ് എന്ത്? മാനസിക സ്ട്രെസ്സ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ആ സ്ട്രെസ്സ്, അതായത് മെൻ്റൽ പ്രഷർ, അതായത് മാനസിക സമ്മർദ്ദം, നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ആലോചിച്ച് നമ്മളിങ്ങനെ വല്ലാതെ ബേജാറായിട്ടൊക്കെ ഇരിക്കത്തില്ലേ? അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ ആ ഉള്ളിലെ മാനസിക പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അഭിപ്രേരണത്തിൽ, അതായത് മോട്ടിവേഷനിലൂടെയും കൗൺസിലിങ്ങിലൂടെയൊക്കെ അതെന്താണ് പരിഹരിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. സമ്മർദ്ദത്തിൻ്റെ കാരണം അറിയുക. അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക. ഹോബികൾ കണ്ടെത്തുക. യോഗ, ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം എന്നിവ ഫോളോ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം, സമ്മർദ്ദത്തിൻ്റെ കാരണം അറിയുക. അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. എന്താണ്, നമ്മൾ എന്തിനെക്കുറിച്ചാണ് ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്നത്, നമ്മുടെ ആ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ആ കാരണം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിന് വേണ്ടുന്നുള്ള കൗൺസിലിംഗ്, മോട്ടിവേഷൻ കാര്യങ്ങൾക്കൊക്കെ പോകാം. അതിലൂടെ നമുക്ക് എന്താണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും. രണ്ടെന്ന് പറഞ്ഞാൽ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും. നമുക്കറിയാം, ഒരാൾ ഒറ്റയ്ക്ക് ഒരു കാര്യം എഴുതുന്ന, ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക, നമ്മൾ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, നമുക്കെന്താണ് മാനസിക സമ്മർദ്ദങ്ങളും നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും പല കാര്യങ്ങളായിരിക്കും നമ്മളെ അലട്ടുന്നത്. അതിൽ ഉൾപ്പെടെ നമുക്ക് എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ അതുപോലെ തന്നെ എന്തെങ്കിലും 10 ആൾ കൂടുന്നിടത്തോ അങ്ങനെ ഉള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പങ്കാളിയാവാൻ ശ്രമിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് സാമൂഹിക കുറേ ആൾക്കാരെ കാണും, കുറേ ആളുകൾ സോഷ്യലൈസ് ആവും. അപ്പോൾ എല്ലാവരോടും ഇടപെടുമ്പോൾ എന്താണ് നമുക്ക് അവിടെ മാനസിക സമ്മർദ്ദം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരോട് ഇടപെടും, അവരോടൊക്കെ കാര്യം പറയുമ്പോൾ എന്താണ് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടത്തില്ലേ? അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അതിലൊരു ഹാപ്പിനെസ് കിട്ടുന്നതിലൂടെ എന്താണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് അവർ. രണ്ടാമത്തെ പറഞ്ഞാൽ ഹോബികൾ കണ്ടെത്തുക. നമുക്കറിയാം, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഓരോന്ന് ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. അതിനാണ് പറയുന്നത്, വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി നമ്മുടെ ഭാവിയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ചായിരിക്കും, പല കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നമുക്ക് എന്താണ് മാനസിക സമ്മർദ്ദം നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കും. അതേ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ എന്തെങ്കിലും ഹോബികൾ കണ്ടെത്തുക. അതായത് ചിലർ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാട്ട് പാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചില ആൾക്കാർ പാട്ട് പാടിയൊക്കെ റീൽസായിട്ട് എടുത്തില്ലേ? ഒരുപാട് വീട്ടമ്മമാരും ഒക്കെ ഇപ്പം അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീൽസായിട്ട് എടുത്തില്ലേ? അത് ഓരോരുത്തരുടെ ഹോബി, ആ ഹോബികൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും കണ്ടെത്തുക. ആ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെൻ്റൽ സ്ട്രെസ്സൊക്കെ അനുഭവിച്ചിരിക്കുമ്പോൾ, മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ഹോബികളെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ ഒരു ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ, അതുപോലെ പലർക്ക് പല ടൈപ്പിലുള്ള ഹോബികളാണ്. ചിലർക്ക് കഥ എഴുതുന്നതായിരിക്കും, കവിതകൾ എഴുതുന്നതായിരിക്കും, അല്ലെ പടം വരയ്ക്കുന്നതായിരിക്കും. അതൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു പ്രവർത്തനത്തിലോട്ട് പോകും.
നമ്മുടെ ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ലേ. നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മാനസിക സമ്മർദ്ദം അഥവാ മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യോഗ, ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം. നമുക്കറിയാം യോഗ നമ്മുടെ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് നമ്മുടെ മെൻ്റൽ സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് യോഗ, ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം കേട്ടോ. യോഗയാണ് ഏറ്റവും നല്ലൊരു മെത്തേഡായിട്ട് വരുന്നത്. നമുക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടെങ്കിൽ യോഗ ചെയ്തു കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യോഗ പോലെ തന്നെയാണ് ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം എന്നിവയൊക്കെയാണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ സമ്മർദ്ദപൂരിതമായ ആധുനിക ജീവിതത്തിൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നയിക്കാൻ പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നല്ലൊരു പോയിൻ്റാണ്. എന്താണ് സമ്മർദ്ദപൂരിതം? നമുക്കറിയാം നമ്മുടെ ഈ ഒരു സമൂഹം, അതായത് ഈ ഒരു ആധുനിക സമൂഹത്തിൽ എല്ലാവർക്കും അങ്ങ് ബിസിയാണ് അല്ലേ. എല്ലാവർക്കും പല കാര്യങ്ങളും അങ്ങ് തിരക്കാണ്. നമുക്കൊന്നും നമ്മുടെ കാര്യത്തിന് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം പലർക്കും കിട്ടുന്നില്ല. എല്ലാവർക്കും 9 to 5 ജോബ്, അതിനുശേഷം വീട്ടിലെ പണികൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അല്ലേ നമ്മൾ ഒന്നും സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പം നമുക്ക് പല ചിന്തകളാവും, പല സമ്മർദ്ദങ്ങളാവും. അതിലൂടെ നമ്മൾ മാനസിക സമ്മർദ്ദമായിട്ട് പോവും. അപ്പോൾ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ ഈ ആധുനിക ജീവിതത്തിൽ പോകുമ്പോൾ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നയിക്കാനാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം ആരോഗ്യകരമായിട്ടൊരു ജീവിതശൈലി നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ആ കുറയ്ക്കാൻ സാധിക്കുന്നതിൻ്റെ പോയിന്റുകളാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് മാനസിക സമ്മർദ്ദം ഇത്രയും നമുക്ക് പഠിച്ചാൽ മതി. ഇത്ര നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് 11-ാം തീയതി ഈ മാസം, അതായത് ജനുവരി 11 അഥവാ ഈ വരുന്ന ഞായറാഴ്ച മുതൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ബെപ്കോ LDC, അതുപോലെ തന്നെ +2 ലെവൽ എക്സാംസ്, ഡിഗ്രി ലെവൽ എക്സാംസ്, ഫോഴ്സ് എക്സാംസ്, നിരവധി എക്സാംസാണ് വരുന്നത്. ആ എക്സാംസിനൊക്കെ വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ടെലഗ്രാമിലായിരിക്കും ക്ലാസ് വരുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആയിരിക്കും വരുന്നത് ടെലഗ്രാമിൽ. അതുപോലെ തന്നെ ലൈവിന് കയറാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ് ഇടുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ് ആണ്, കറണ്ട് അഫയേഴ്സിൻ്റെ PDF നോട്ട്സ് ആണ്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിവിഷൻ ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും. ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ബാച്ചിന് ഫീസായിട്ട് വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി നമ്മൾ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അഡ്മിഷൻ്റെ പ്രൊസീജിയർ പറഞ്ഞു തരാം കേട്ടോ. എല്ലാ ദിവസവും, അതായത് ഞായറാഴ്ച മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് ക്ലാസ് വരുന്നത്. എല്ലാ ദിവസവും 1 hour ക്ലാസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു 1 hour ക്ലാസ്സിനുള്ളിൽ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചങ്ങ് പോവാം. അതുപോലെ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആണ്. പിന്നെ റിവിഷൻ ഉണ്ടാകും. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനൊക്കെ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെയല്ല കറണ്ട് അഫയേഴ്സ്. അപ്പോൾ പുതിയത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുസ്തകങ്ങളോ പെട്ടെന്ന് യൂട്യൂബിൽ പോയി നോക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബാച്ചായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും. അതായത് നമുക്ക് ആ ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ PDF നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലിയർ ആണ്, ലഭിക്കുന്നതാണ്. അപ്പം ആ ഒരു ബാച്ചിലോട്ട് തരാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 200 രൂപയാണ് കോഴ്സ് ഫീ. 7:30 തൊട്ട് 8:30 വരെയാണ് എല്ലാ ദിവസവും വൈകുന്നേരം ക്ലാസ് വരുന്നത്. ജനുവരി 11 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയറും ഒക്കെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസോടെ തന്നെ പഠിച്ചങ്ങ് പോകാം. അപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷയും, അത് VFA, ബെപ്കോ LD, അതുപോലെ തന്നെ ബെപ്കോ LD, VFA, അതുപോലെ തന്നെ വേറെ ഏതാ പരീക്ഷ വരുന്നത്, കമ്പനി ബോർഡ് LGS ഒക്കെ 20 മാർക്കിനൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ബാക്കിയുള്ള ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വരുന്നുണ്ട്. എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്കണ്ഠയാണ്. ഉത്കണ്ഠ എന്താണ്? ആങ്സൈറ്റി. അപ്പോൾ നമുക്ക് ആങ്സൈറ്റി, ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്, നമുക്ക് ഒരു കാര്യം നടക്കാൻ പെട്ടെന്നുള്ളൊരു ആങ്സൈറ്റി ഇല്ലേ, നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത്, അത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ആങ്സൈറ്റി, അതായത് ഉത്കണ്ഠ തോന്നല്ലേ, എന്താണ് നടക്കുക, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തയില്ലേ, എന്താണ് നടക്കാൻ പോകുന്നത്, ഞാൻ ഇന്ന പോലെ നടക്കുമോ, അതൊക്കെയാണ് അതിന് ആ ഒരു. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് ഒരു 5 മണിക്ക് ഞാൻ നിൽക്കുവാണ്. അപ്പോൾ 5:30 എനിക്ക് ബസ് വരും. ആ ബസ് ഇന്ന് വരുമോ വരാതിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള എൻ്റെ മനസ്സിലുള്ള ചിന്തകളില്ലേ, ആ ഒരു ചിന്തയാണ് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. സംഭവിക്കാൻ സാധ്യതയുള്ള 2 അഭിലഷണീയമായ കാര്യങ്ങളെക്കുറിച്ച് കേട്ടോ, അഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ച് ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണിത് കേട്ടോ. അപ്പോൾ എന്താണ് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ? സംഭവിക്കാൻ സാധ്യതയുള്ള 2 അഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഞാൻ ഒരു 5 മണിക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. 5:30 എനിക്ക് ബസ് വരുമോ വരാതിരിക്കുമോ എന്നുള്ള 2 അഭിലഷണീയമായ അവസ്ഥകളെക്കുറിച്ച് ഉള്ള ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു
ഉത്കണ്ഠയാണ് അഥവാ അതിനെയാണ് പറയുന്നത് ഒരു ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി എന്ന് പറഞ്ഞ്. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്, ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണിത് കേട്ടോ. അപ്പം നമുക്കറിയാം, ആ ഒരു എക്സാമ്പിൾ തന്നെ എടുത്താൽ എനിക്ക് ബസ് വരുമോ വരത്തില്ലയോ എന്നൊക്കെ ഉള്ള ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണിത്. അപ്പോൾ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. അടുത്തത് വിഷാദഭാവം, മനോനിലയിലെ ചാഞ്ചാട്ടം, ഉറക്കമില്ലായ്മ, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള അസാധാരണമായ പ്രതികരണം തുടങ്ങിയവ ഉത്കണ്ഠയുള്ളവരുടെ പ്രകടിത രൂപങ്ങളാണ്. അപ്പം നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഉത്കണ്ഠയുള്ളവരുടെ പ്രകടിത രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വിഷാദഭാവം നമുക്കറിയാം, ഒരു വിഷാദഭാവത്തിലിരിക്കുന്നവരുടെ ഉത്കണ്ഠയുള്ളവരുടെ മെയിനായിട്ടുള്ളൊരു പ്രകടിത രൂപമാണ് വിഷാദഭാവം. നമുക്ക് ആങ്സൈറ്റി ഒക്കെ ഉണ്ടെന്ന് നമുക്കൊരു വിഷാദഭാവമായിരിക്കും. അതുപോലെ തന്നെ മനോനിലയിലെ ചാഞ്ചാട്ടം, നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലേ, അത് തന്നെയാണ് പറയുന്നത് മനോനിലയിലെ ചാഞ്ചാട്ടം. നമുക്ക് ഉറക്കമില്ലായ്മ, നമുക്ക് ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാൽ ചിലരുണ്ട്, എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉള്ളവർ തന്നെ ഉണ്ട്. അപ്പം നാളെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉറങ്ങത്തില്ല, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, നാളെ എന്ത് നടക്കും, നാളെ എന്തിടും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ളവരുണ്ട്. അതാണ് ഉറക്കമില്ലായ്മ. അത് ആങ്സൈറ്റിയുടെ അവസ്ഥ കൂടി വരുമ്പോഴാണ് ഉറക്കമില്ലായ്മ വരുന്നത്. അതുപോലെ തന്നെ ക്ഷിപ്രകോപം, പെട്ടെന്ന് ദേഷ്യപ്പെടും. ആങ്സൈറ്റി കൂടുതലുള്ളവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള അസാധാരണ പ്രതികരണം തുടങ്ങിയവയാണ് ഉത്കണ്ഠ ഉള്ളവരുടെ പ്രകടിത രൂപങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ ആണ്. ഇനി നമുക്ക് നോക്കാം, ഭയം, അസ്വസ്ഥത എന്നിവയാണ് ഉത്കണ്ഠയെ കാണിക്കുന്ന വികാരങ്ങൾ കേട്ടോ. അപ്പോൾ ഉത്കണ്ഠ എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത്? നമ്മുടെ മനസ്സിന് അസ്വസ്ഥത വരുമ്പോഴും അതുപോലെ തന്നെ നമുക്കൊരു ഭയം വരുമ്പോഴും ഒക്കെയാണ് ഉത്കണ്ഠയെ കാണിക്കുന്ന വികാരങ്ങൾ എന്ന് പറയുന്നത്. ഉത്കണ്ഠയുടെ തോത് കൂടുന്നത് അസുഖങ്ങൾക്കും അപസമയോജനത്തിന് കാരണമാകുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഉത്കണ്ഠയുടെ തോത് അസുഖങ്ങൾക്കും അതുപോലെ തന്നെ അപസമയോജനത്തിനും കാരണമാകുന്നു. അതുപോലെ തന്നെ ഈ ഉത്കണ്ഠയൊക്കെ വരുമ്പം നമുക്ക് വർദ്ധിച്ച ഹൃദയമിടിപ്പ്, അതായത് നമുക്ക് കൂടുതൽ ആങ്സൈറ്റിയും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അത് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്. അതായത് ആങ്സൈറ്റി കൂടുതലുള്ളവർക്കൊക്കെ വർദ്ധിച്ച ഹൃദയമിടിപ്പായിരിക്കും, അവർക്ക് ടെൻഷൻ കൂടുതലൂടെയാണ്. ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത്, ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ടെൻഷൻ്റെ വേറൊരു പതിപ്പല്ലേ. അപ്പോൾ ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വർദ്ധിച്ച ഹൃദയമിടിപ്പ് കൂടാൻ സാധിക്കും. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം എന്താണ്? വർദ്ധിച്ച ഹൃദയമിടിപ്പ് ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണമാണ്. അടുത്ത പോയിന്റ് നോക്കാം, ഉത്കണ്ഠയുടെ തോത് കൂടുന്നത് പാനിക് ഡിസോർഡർ, ഫോബിയാക്കൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഉത്കണ്ഠയുടെ തോത് കൂടുന്നത് പാനിക് ഡിസോർഡർ അതുപോലെ തന്നെ ഫോബിയാകൾ എന്നിവയ്ക്കും കാരണമായേക്കാം, പാനിക് ഡിസോർഡറിനൊക്കെ കാരണമായേക്കാം. അതുപോലെ തന്നെ ഉത്കണ്ഠ ഉള്ളവരിൽ അമിതമായ ക്ഷീണം, ക്ഷോഭം, പാനിക് ആക്രമണങ്ങൾ, ഭ്രമാത്മകത, ഏകാഗ്രതയില്ലായ്മ, വിശ്രമമില്ലായ്മ, ഉറക്ക അസ്വസ്ഥതകൾ, വൈകാരിക ഉത്കണ്ഠകൾ എന്നിവ കണ്ടുവരുന്നു. വൈകാരിക ഉത്കണ്ഠകൾ എന്നിവ കണ്ടുവരുന്നു. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇത്രയേ ഉള്ളൂ. ഉത്കണ്ഠ ഉള്ളവർ, നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ഉത്കണ്ഠ ഉള്ളവരിൽ അമിതമായ ക്ഷീണം വരും, അവർക്ക് ടെൻഷൻ അടിച്ച് അവർ ക്ഷീണം വെക്കും. അതുപോലെ തന്നെ ക്ഷോഭവും പാനിക് ആക്രമണങ്ങൾ നടത്തും. അതുപോലെ തന്നെ ഭ്രമാത്മകത, ഏകാഗ്രതയില്ലായ്മ, കോൺസെൻട്രേഷൻ ഇല്ലായ്മയൊക്കെ വരും. അതുപോലെ തന്നെ വിശ്രമമില്ലായ്മ, ഉറക്ക അസ്വസ്ഥതകൾ, വൈകാരിക ഉത്കണ്ഠകൾ എന്നിവ കണ്ടുവരുന്നു. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഉത്കണ്ഠ പ്രശ്നങ്ങൾ അതായത് ഉത്കണ്ഠ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു. നമുക്ക് വളരെ അത് എളുപ്പം തന്നെ പഠിച്ചു വെക്കുന്നത്. നമുക്ക് ആങ്സൈറ്റി ഉത്കണ്ഠയൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് നമ്മൾ ഡൗൺ ആയി പോകും. കാരണം നമുക്ക് നമ്മുടെ ദൈനംദിനം ചെയ്യേണ്ട ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വൈകാരികമായും ശാരീരികമായും മാനസികമായും തളർച്ചയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇത്ര നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്കൊരു ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് ആങ്സൈറ്റി ഉത്കണ്ഠയൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തും. നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ദിനചര്യകളിലൊക്കെ ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളെ തടസ്സപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വ്യക്തിയെ ഒറ്റപ്പെടുത്തും. നമ്മൾ ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ അല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഉത്കണ്ഠ വരുന്ന വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്ന പോലെ വരും. അതുപോലെ തന്നെ വൈകാരികമായും ശാരീരികമായും മാനസികമായും തളർച്ചയിലേക്ക് നയിക്കുന്നു. ആങ്സൈറ്റിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വൈകാരികമായും അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ തളർച്ചയിലേക്ക് നയിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ പഠിച്ചിരിക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഉത്കണ്ഠ കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ബിഹേവിയറൽ
തെറാപ്പി, രണ്ടാമത്തെ മെഡിറ്റേഷൻ ധ്യാനം, മൂന്നാമത്തെ വ്യായാമം ചെയ്യൽ, അതുപോലെ തന്നെ നാലാമത്തെ വായന, അതുപോലെ തന്നെ സാമൂഹികവൽക്കരണം, ആത്മീയത കേട്ടോ, ആത്മീയത. അപ്പോൾ ഇത്രയൊന്ന് പഠിച്ചു വെക്കണം. ഞാനൊന്നുകൂടെ പറയാം. ഉത്കണ്ഠ കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഉത്കണ്ഠ കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തെ ഇതാണ് ബിഹേവിയൽ തെറാപ്പി, രണ്ടാമത്തെ മെഡിറ്റേഷൻ അഥവാ ധ്യാനം, മൂന്നാമത്തേത് ഏതാണ് വ്യായാമം ചെയ്യൽ, പിന്നെ വായന, സാമൂഹികവൽക്കരണം, ആത്മീയത. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന പോയിൻ്റാണ്. അപ്പം ഈ ബിഹേവിയറൽ തെറാപ്പി ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഉത്കണ്ഠ കുറയ്ക്കാനുള്ള തന്ത്രങ്ങളിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണെന്നുള്ള ചോദിക്കുന്നത്. അപ്പോൾ ബിഹേവിയറൽ തെറാപ്പി, മെഡിറ്റേഷൻ അഥവാ ധ്യാനം, വ്യായാമം ചെയ്യൽ, വായന, സാമൂഹികവൽക്കരണം, അതുപോലെ തന്നെ ആത്മീയത എന്നിവയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അക്കാദമേതര പ്രവർത്തനങ്ങളിലൂടെ സ്വതന്ത്രമായി ഇടപഴകാനുള്ള സാഹചര്യങ്ങളിലൂടെ ഒരു ഉത്കണ്ഠ ഒരു പരിധിവരെ ഒഴിവാക്കാം കേട്ടോ. അതായത് അക്കാദമേതര പ്രവർത്തനങ്ങളിലൂടെ സ്വതന്ത്രമായി ഇടപഴകാനുള്ള സാഹചര്യങ്ങളിലൂടെ ഉത്കണ്ഠ ഒരു പരിധിവരെ ഒഴിവാക്കാം. അതായത് നമുക്കറിയാം നമ്മുടെ പല കമ്പനികളിലും എന്താണ് ഞാനൊരു പ്രൈവറ്റ് കമ്പനിയെ വെച്ച് ഉദാഹരണം പറയാം. അതായത് ആ പ്രൈവറ്റ് കമ്പനിയിൽ എന്താണ് അക്കാദമിക് എന്ന് പറഞ്ഞാൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ആ ജോലി പോലെ. അപ്പോൾ ജോലിക്കാർക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി പല കമ്പനികളും ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പർപ്പസൊക്കെ കൊടുക്കത്തില്ലേ. അതാണ് ഇവിടെ പറയുന്നത്. അക്കാദമികേതര പ്രവർത്തനങ്ങളിലൂടെ സ്വതന്ത്രമായി ഇടപഴകാനുള്ള സാഹചര്യങ്ങളിലൂടെ ഉത്കണ്ഠ ഒരു പരിധിവരെ ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഉത്കണ്ഠ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അവസാനമായിട്ട് പഠിക്കാൻ പോകുന്ന ഭയമാണ്. ഭയം ഞാൻ നോട്ടായിട്ട് തയ്യാറെടുത്തില്ല, ഞാനത് പറഞ്ഞുതരാം. ഭയം എല്ലാവർക്കും അറിയുന്ന കാര്യമുണ്ടല്ലോ, അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഭയം എന്ന് പറഞ്ഞാൽ ഫിയറാണ്. അപ്പോൾ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? അപകട സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും സ്വയം മെച്ചപ്പെടുത്താനും വിനയം ഉറപ്പുവരുത്താനും കഠിന പ്രയത്നത്തിനും പ്രേരണ നൽകുന്നതാണ് ഭയം എന്ന് പറയുന്നത്. ഭയം എല്ലാവർക്കും അറിയാം. എന്താണ് ഭയം എന്ന് പറഞ്ഞാൽ? എന്താണ്? നമുക്ക് ഫിയർ വരുന്നതാണ്. ഭയം എന്താണ്? അപകട സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും സ്വയം മെച്ചപ്പെടുത്താനും വിനയം ഉറപ്പുവരുത്താനും കഠിന പ്രയത്നത്തിന് പ്രേരണ നൽകുന്നതാണ് ഭയം എന്ന് പറയുന്നത്. ശിശുക്കളിൽ പൊതുവെ ഭയം ജനിപ്പിക്കുന്ന ചോദകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നിങ്ങൾ കേട്ടിരുന്നാൽ മതിയെ. ശിശുക്കളിൽ പൊതുവെ ഭയം ജനിപ്പിക്കുന്ന ചോദകങ്ങൾ: 1 ഉച്ചത്തിലുള്ള ശബ്ദം, 2 ഇരുട്ട്, ഉയർന്ന സ്ഥലങ്ങൾ, മൃഗങ്ങൾ, ഒറ്റപ്പെടൽ, വേദന, അപരിചിതമായ വ്യക്തികൾ, സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അപരിചിതമായ വസ്തുക്കൾ എന്നിവയാണ്. നമുക്കറിയാം, നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമുക്ക് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാൽ പേടി വരും അല്ലേ? ശിശുക്കൾ നമ്മൾ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാൽ പേടി വരും. നമുക്ക് ഇരുട്ട് പേടിയായിരുന്നു, നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നു അപ്പോൾ ഇരുട്ട് പേടിയായിരുന്നു. അതുപോലെ തന്നെ ഉയർന്ന സ്ഥലങ്ങളിൽ പോകാൻ പേടിയായിരുന്നു, മൃഗങ്ങളെ പേടിയായിരുന്നു, ഒറ്റപ്പെടൽ, വേദനയൊക്കെ പേടിയായിരുന്നു. അതുപോലെ തന്നെ അപരിചിത വ്യക്തികളെ കാണുമ്പോഴും അപരിചിത സ്ഥലങ്ങൾ, അപരിചിത വസ്തുക്കളെ കാണുമ്പോഴും നമുക്ക് പേടിയായിരുന്നു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ. ക്ലിയർ ആയി? അപ്പോൾ ശിശുക്കളിൽ പൊതുവെ ജനിപ്പിക്കുന്ന ഭയത്തിൻ്റെ ചോദകങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞത്. അതുപോലെ തന്നെ 2 മുതൽ 6 വരെ വയസ്സ് പ്രായമുള്ള കുട്ടികളിലാണ് കൂടുതൽ ദൃശ്യമാകുന്നത്. അപ്പോൾ ഭയം കൂടുതൽ ദൃശ്യമാകുന്നത് 2 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ് ദൃശ്യമാകുന്നത്. വികാരത്തിൽ പ്രതിബന്ധ ഹേതുവായി മാറുന്നത് അമിത ഭയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് നിൽക്കണം? വികാരത്തിൽ പ്രതിബന്ധ ഹേതുവായി മാറുന്നത് അമിത ഭയമാണ് കേട്ടോ. ഞാൻ ഭയത്തിൻ്റെ നോട്ടിനകത്ത് എഡിറ്റ് ചെയ്തില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ക്ലാസ്സോടെ ഉള്ളൂ നമ്മൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംയോജന തന്ത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രേരണകളും അതുപോലെ തന്നെ ബുദ്ധിയും അതുപോലെ തന്നെ ബുദ്ധി സിദ്ധാന്തങ്ങളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1-2 ക്ലാസ്സിനുള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മോക്ക് ടെസ്റ്റുകളായിരിക്കും നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ വിവരാവകാശം അതുപോലെ തന്നെ മനുഷ്യാവകാശത്തിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് അതുണ്ട്. അതോ വിവരാവകാശത്തിൻ്റെ മനുഷ്യാവകാശത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും മതിയോ, മോക്ക് ടെസ്റ്റ് പോലെ മതിയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PYQ പോലെ വെച്ചിട്ട് ക്ലാസ് എടുത്താൽ മതിയോ അത് സെപ്പറേറ്റ് ക്ലാസ് എടുക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.